ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെജിറ്റബിൾ പുലാവാണ്. നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. 1 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ്. ആദ്യം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം 20 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം. 20 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി വെജിറ്റബിൾ പുലാവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ പൊട്ടറ്റോയും 1 ക്യാരറ്റിൻ്റെ പകുതിയും 6 ബീൻസും 1 സവാളയുടെ പകുതിയും 2 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുലാവ് തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾ ഓയിലിന് പകരം നെയ്യ് താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തത്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. തീ കൂട്ടി വെച്ചിട്ട് ഈ വെജിറ്റബിൾ ഒന്ന് 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനുണ്ട്. ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാൻ ചേർക്കുന്നത്. നോർമൽ ചില്ലി പൗഡറാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ പൊടിയുടെയൊക്കെ അളവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. എന്നിട്ടിത് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. 20 മിനിറ്റിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ അരി ഈ വെജിറ്റബിളുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി ആദ്യം തന്നെ കഴുകിയ ശേഷമാണ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടത്. കുതിർത്ത് വെച്ച ശേഷം വീണ്ടും അരി കഴുകരുത്. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വെജിറ്റബിളുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒരു വെജിറ്റബിൾ പുലാവും ഒരു റൈത്തയും പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് നല്ല അടിപൊളിയാക്കാം. ഞാനിത് വീണ്ടും ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ പുലാവാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്